ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഇന്ന് ലോക നഴ്സസ് ദിനം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ന്യൂഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തമിഴ്നാട്ടിൽ ടിവികെ നേതാവ് JCD പ്രഭാകർ നിയമസഭാ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെ സമയം. സംസ്ഥാന ജനസംഖ്യാ കണക്കെടുപ്പിൽ പൊതുജനങ്ങളുടെ പൂർണ്ണ സഹകരണം അഭ്യർത്ഥിച്ച് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് നഴ്സിംഗ് മേഖലയിൽ മികച്ച സേവനം കാഴ്ചവച്ചവരെ ആദരിക്കുന്നതിനായാണ് പുരസ്കാരം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈവ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കഴിഞ്ഞ വർഷത്തെ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡ് ജേതാവായ റിട്ടയേർഡ് മേജർ ജനറൽ PD ഷീന നഴ്സിംഗ് മേഖലയിലെ അനുഭവങ്ങൾ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു. The military nursing, it is just not about nursing. It is combatant nursing. അതിന്റെ അർത്ഥം നമ്മൾ സർവീസിൽ ആർമി, എയർഫോഴ്സ്, നേവി എല്ലാവിധ വീരഭടന്മാര് അല്ലെങ്കിൽ യുദ്ധഭടന്മാരുടെ സേവനമാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പീസ് സ്റ്റേഷനിലുള്ള പേഷ്യന്റ് അല്ലായിരിക്കും നമ്മളുടെ ഒരു ഫീൽഡ് സ്റ്റേഷൻ അഥവാ വാർ സോൺ ഏരിയയിൽ നമ്മൾക്ക് കാണുന്നത്. സോ the ability to accommodate is very important. So there are times you feel why I chose this profession, but then your capability, your intelligence and care for your military personnel, and when they come back to you and you send them back healthy, hearty and able to walk, that is what makes the military nurse different from other nurses. ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കി. ഈ മാസം 3 നടത്തിയ പരീക്ഷയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്. പരീക്ഷ വീണ്ടും നടത്താനും NTA തീരുമാനിച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായ ആരോപണത്തെ തുടർന്നാണ് നടപടി. വിഷയം CBI അന്വേഷിക്കും. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനം എടുക്കുന്നതിന് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. ന്യൂഡൽഹിയിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നും ചർച്ചകൾ തുടരുമെന്നാണ് റിപ്പോർട്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നിട്ട് ഇന്ന് 8 ദിവസത്തേക്ക് കടക്കുകയാണ്. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ പങ്കെടുത്തു. 126 അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. തമിഴക വെട്രി കടകം നേതാവ് JCD പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരമേൽക്കുന്നത്. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 4 മാസമായി സ്റ്റൈഫൻഡ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സമരം. കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത്. PG റെസിഡന്റ് ഡോക്ടർമാർ അടിയന്തര സാഹചര്യങ്ങളിൽ ഒഴികെ OP ഡ്യൂട്ടി ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് സമരം. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഭയമേൽകാൻ 5 വീട് പദ്ധതി. ചികിത്സയ്ക്കും വിശ്രമത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി രക്ഷിതാക്കൾക്ക് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം നൽകുന്നതാണ് പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ആദ്യഘട്ടത്തിൽ 3 സംരക്ഷണ കേന്ദ്രങ്ങളാവും തുടങ്ങുക.
ഇതിന്റെ ഭാഗമായി ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാർക്കായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന പ്രതീക്ഷാ ഹോം അൻപ് വീടാക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 2 സ്ഥലത്തുകൂടി സംരക്ഷണ കേന്ദ്രം തുടങ്ങാനാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ലക്ഷ്യം. ഓട്ടിസം, ബൗദ്ധിക ഭിന്നശേഷി, കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർ എന്നിവരെ ഒരാഴ്ച വരെ ഇവിടെ താമസിപ്പിക്കാം. രക്ഷിതാക്കളുടെ മരണത്തിലൂടെ അനാഥരാകുന്നവർക്ക് പുനരധിവാസം നടപ്പാക്കുന്നതുവരെ ദീർഘകാല സംരക്ഷണവും നൽകും. ഒരു കേന്ദ്രത്തിൽ പരമാവധി 25 മുതൽ 30 വരെ ഭിന്നശേഷിക്കാർക്കാണ് പ്രവേശനം. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 തുടക്കമായി. ചടങ്ങിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് നടപടി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി മുതൽ സഞ്ചാരികൾ ഫീസ് നൽകേണ്ടി വരും. പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാനാണ് മൂന്നാർ പഞ്ചായത്തിന്റെ നീക്കം. ഇന്ന് ചേരുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇതു സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. മൂന്നാറിലെ പ്രധാന റോഡുകളായ അടിമാലി, ദേവികുളം, മറയൂർ എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. വിനോദസഞ്ചാരികൾ തള്ളുന്ന മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ചെലവ് കണ്ടെത്താനാണ് ഫീസ് ഏർപ്പെടുത്തുന്നത്. വാഹനങ്ങളുടെ വലിപ്പം അനുസരിച്ചായിരിക്കും പ്രവേശന നിരക്ക് നിശ്ചയിക്കുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഫീസിനൊപ്പം സഞ്ചാരികൾക്ക് മാലിന്യം ശേഖരിക്കാനായി പ്രത്യേക സഞ്ചികളും അധികൃതർ നൽകും. തിരികെ വരുമ്പോൾ തരംതിരിച്ച മാലിന്യം ചെക്ക് പോസ്റ്റുകളിൽ തന്നെ കൈമാറാൻ സൗകര്യമുണ്ടാവും. നിലവിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ സമാനമായ രീതിയിൽ വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുശ്ശേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 799 പോയിന്റ് താഴ്ന്ന് 75,212-ലും നിഫ്റ്റി 217 പോയിന്റ് നഷ്ടത്തിൽ 23,593-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. കോട്ടയം തിരുനക്കരയിൽ ബസ് അപകടത്തിൽ യാത്രക്കാരിക്ക് ഗുരുതര പരിക്ക്. നട്ടാശ്ശേരി സ്വദേശിനി റോസ് സിഡിക്കാണ് പരിക്കേറ്റത്. ബസ് ബേയിൽ നിന്നിറങ്ങി നടക്കവെ യുവതി മുന്നോട്ടെടുത്ത ബസ്സിനടിയിൽ അകപ്പെടുകയായിരുന്നു. കാസർഗോഡ് ചെറുവത്തൂർ മട്ടാലയിൽ ദേശീയപാത നിർമ്മാണത്തിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ സ്ഥലപരിശോധന നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇതു സംബന്ധിച്ച ഉത്തരവ് ജില്ലാ കളക്ടർ പുറത്തിറക്കി. കാഞ്ഞങ്ങാട് RDOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നന്ദാവനം, ബേക്കറി, ഊറ്റുകുഴി, സെക്രട്ടേറിയറ്റ്, മാഞ്ഞാലിക്കുളം റോഡ്, ഗാന്ധാരിയമ്മൻ കോവിൽ റോഡ്, മേലെ തമ്പാനൂർ, ആയുർവേദ കോളേജ്, കുന്നുംപുറം, അംബുജവിലാസം റോഡ്, സ്റ്റാച്യു, പുളിമൂട് എന്നീ സ്ഥലങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഇന്ന് ലോക നഴ്സസ് ദിനം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ന്യൂഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തമിഴ്നാട്ടിൽ TVK നേതാവ് JCD പ്രഭാകർ നിയമസഭാ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെ സമയം. ക്രമക്കേട് ആരോപണത്തെ തുടർന്ന് ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.